വല്യപ്പ പ്രായമായ ഉപ്പയോ ഉമ്മയോ രോഗിയായി തളർന്നിരിക്കുമ്പോ ഒരു പരിപാടി ഉണ്ട് ആളുകൾക്ക്. എങ്ങനെ ഉമ്മാ കണ്ണു തുറക്കി, ഇതാരാ വന്നതെന്നറിയോ? വല്യമ്മക്ക് ഇപ്പൊ പേരക്കുട്ടിനെ നോക്കേണ്ട നേരമല്ല മുഅ്മിനെ. വല്യമ്മ വിഷമത്തിലാണ്. വല്യപ്പ കണ്ണ് തുറക്കാൻ പറ്റാതെ അബോധാവസ്ഥയിൽ കിടക്കുക. അപ്പൊ പറ, വല്യപ്പ കണ്ണുറക്കി, ഇതാരാ വന്നത് അറിയോ? പേരറിയോ? നാടറിയോ? ഒന്ന് പേര് വിളിച്ചു. അതൊന്നും പറയില്ലേ. അവരോട് സുബ്ഹാനല്ലാഹയും അൽഹംദുലില്ലയും ചൊല്ലാൻ വേണ്ടി പറഞ്ഞു കൊടുക്കി. ഇനിയിപ്പോ അവരറിഞ്ഞിട്ടും കാര്യമില്ല, അവർക്കത് ഓർക്കാനും കഴിയില്ല. വെറുതെ ആ വല്യപ്പ ഉമ്മയും വിശ്രമിക്കുമ്പോൾ അവരെ ഉണർത്തി പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഇരുത്തി വന്ന ആളെ കാണിച്ചു കൊടുക്കലാണോ നിങ്ങൾ ചെയ്യുന്ന വലിയ പുണ്യം? അങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ഒരാളെയും നിങ്ങളത് ചെയ്യരുത്. അവിടെ തസ്ബീഹ് ചൊല്ലിക്കൊടുക്കി, കലിമ ചൊല്ലിക്കൊടുക്കിൻ, അവർക്ക് ഖുർആൻ ഓതി കൊടുക്കിൻ. അവർക്ക് അല്പം ബോധമുണ്ടോ? കണ്ണു തുറക്കാൻ ചിലപ്പോ പറ്റൂല. അവരോട് പറയണേ, മാ ഞങ്ങൾക്ക് ദ്വാരക്കണേ, വല്യമ്മ ഞങ്ങൾക്ക് ദ്വാരക്കണേ, വല്യപ്പ ഞങ്ങൾക്ക് ദ്വാ ചെയ്യണേ. അത്ര പറഞ്ഞാൽ മതി. നിങ്ങളെ പേരും നാടും